1.5 വർഷം മുൻപ് 25 കോടിയോളം രൂപ നിക്ഷേപ തട്ടിപ്പ് നടന്ന ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിരീക്ഷണ ക്യാമറ, കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്തതായി പരാതി. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ NK സുലൈഖ, അംഗങ്ങളായ P ദാമോദരൻ, രമേശൻ എന്നിവർ ഇരിക്കൂർ പോലീസിൽ പരാതി നൽകി. നിലവിൽ സഹകരണ ബാങ്കിൽ 5 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിക്ഷേപ തട്ടിപ്പ് നടന്നതിന് ശേഷം ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. നിലവിലെ എല്ലാ ബാങ്ക് കാര്യങ്ങളും രേഖകളും അടങ്ങിയ കമ്പ്യൂട്ടറും സെർവറും പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ്. പുതിയ ഭരണസമിതി യോഗം ചേർന്ന് കഴിഞ്ഞ ശനിയാഴ്ച പുതിയ കമ്പ്യൂട്ടർ സ്ഥാപിച്ചെങ്കിലും മുഴുവൻ കണക്ഷനും നൽകാനായില്ല. തിങ്കളാഴ്ച ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കമ്പ്യൂട്ടർ കമ്പനി ഓപ്പറേറ്റർമാരും എത്തിയപ്പോൾ ശനിയാഴ്ച സ്ഥാപിച്ച പുതിയ കമ്പ്യൂട്ടറിന്റെ എല്ലാ കണക്ഷനുകളും, കേബിൾ, കണക്ഷൻ വയർ, അഡാപ്റ്റർ, HDMI തുടങ്ങിയവയും വൈദ്യുതി കണക്ഷനും മുറിച്ചു മാറ്റിക്കൊണ്ടുപോയ നിലയിലുമാണ് കണ്ടത്. ജീവനക്കാർ വിശദമായ തിരച്ചിൽ നടത്തിയപ്പോൾ ഇവയെല്ലാം ബാങ്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തുകയും മോഷണ ശ്രമം നടന്നതായി ബോധ്യപ്പെട്ടതിനാൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താൻ ഇരിക്കൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. ബാങ്കിന്റെ പുറകുഭാഗങ്ങൾ വഴി യാതൊരു മോഷണ ശ്രമവും നടന്നതായി തെളിവില്ല. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് ഭരണസമിതിയും ജീവനക്കാരും നിക്ഷേപകരും ആവശ്യപ്പെടുന്നത്. 10ഓളം ജീവനക്കാർ ജോലി ചെയ്തു വരുന്ന ഹെഡ് ഓഫീസിലും ബ്രാഞ്ചിലുമായി 4.5 മാസമായി 3 ജീവനക്കാർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടും ജീവനക്കാർ ജോലിക്കെത്തിയിട്ടില്ല. സസ്പെൻഷനിലായ സെക്രട്ടറിയും 1.5 വർഷമായി ഒളിവിലാണ്. ഏജന്റ് ന്യൂസ്, ഇരിക്കൂർ.